ഉണ്ടാക്കാൻ പോകുന്നത് എന്താ അറിയോ? ക്യാരറ്റ് പുട്ടാണ് കേട്ടോ. ക്യാരറ്റ് ഉള്ളി അതുകൊണ്ടുള്ള പുട്ടാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ ഇതാ ഉള്ളി നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് എന്താ അറിയുന്നത്, രണ്ട് മൂന്ന് ഉണക്കമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. ആദ്യം ഇത് എണ്ണയിലിട്ടിട്ട് ഒന്ന് വറുത്തെടുത്താണ്. അപ്പൊ ഇത് പൊടിച്ചിട്ടാണ് ഇടേണ്ടത്. ഉള്ളിയുടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിന് കൂടെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം. മതി. അത് ചെറുതായിട്ടും ചൂടാക്കാം. പുട്ടുപൊടി ഞാൻ അരമണിക്കൂറായി നനച്ച് വെച്ചിട്ട്. അപ്പൊ അതൊക്കെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. കുതിർന്ന് നന്നായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ എന്താ ഇടേണ്ടത്? ഉള്ളിപ്പുട്ട് ക്യാരറ്റ് പറയുമ്പോൾ ഈ ഉണക്കമുളകില്ലേ, അത് ഞാൻ പൊടിച്ചെടുത്തു കേട്ടോ. അപ്പൊ അത് ഇതിലിട്ട് കൊടുക്കുക. പിന്നെ ഉള്ളി തേങ്ങയും കൂടി ഞാൻ വറുത്തെടുത്തു പറഞ്ഞില്ലേ, അതായത് ഉള്ളി ബ്രൗൺ കളറായിട്ട് വരണം കേട്ടോ. അപ്പൊ അതും കൂടി ഇതിലിട്ട് കൊടുക്കുക പുട്ടുപൊടിയിലൊപ്പം. ഒരു ക്യാരറ്റ് എടുത്ത് ചീവിയതാട്ടോ. അതൊന്നും ചെയ്യേണ്ട, അത് പച്ചക്കനെ നമുക്ക് ഇതിലിട്ട് കൊടുക്കണം. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. എല്ലാം മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ ആവണം. എല്ലാം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം. ചിരട്ടിയിലാട്ടോ പുട്ടുണ്ടാക്കാൻ പോണത്. അപ്പൊ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. എല്ലാം മിക്സ് ചെയ്ത് വെച്ച പുട്ടുപൊടി കുറച്ച് ഇതിട്ട് കൊടുക്കുക. കുറച്ചും കൂടി തേങ്ങ ഇട്ടിട്ട് തട്ടിൽ വെച്ച് കൊടുക്കുക. ചിരട്ടപ്പുട്ട് ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. ഉള്ളി ക്യാരറ്റ് പുട്ട് ചിരട്ടയിലാണ് ഉണ്ടാക്കിയത്. ഇതാ അടിപൊളിയായി വന്നിട്ടുണ്ട്. പഴം ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാം. അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ആ ഉണക്കമുളക് പൊടിച്ചിട്ടത് അടിപൊളിയാണ് ഈ പുട്ടില്. അപ്പൊ ഇങ്ങനെയൊന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണം.